ഇവിടെ എന്തുകൊണ്ടാണ് കുടുംബങ്ങൾ ശിഥിലാവുന്നത്? നിർബന്ധങ്ങൾ ഉള്ളതുകൊണ്ടാണ്. അതായത് ഇത് എന്റേത് മാത്രമാണ്, അല്ലെങ്കിൽ ഞാൻ പറയുന്നോണോ ഈ കാര്യങ്ങൾ. ഡെമോക്രസി ഇല്ല, ജനാധിപത്യം ഇല്ല. അതുകൊണ്ടാണ്. അപ്പൊ എന്ത് സംഭവിക്കും? കുടുംബങ്ങൾ കുറച്ചും കൂടി ജനാധിപത്യപരമായി ഭർത്താവ് അല്ലെങ്കിൽ അടുക്കളയിൽ കയറി സാമ്പാർ ഉണ്ടാക്കട്ടെ, ചമ്മന്തി ഉണ്ടാക്കട്ടെ, മുറ്റടിച്ചു വരട്ടെ, ഇവർ ഒരുമിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങുന്ന മാതൃകകളാവട്ടെ. ഇവർ രണ്ടുപേരും ഒരേ തുല്യ പ്രാധാന്യം കുടുംബത്തിലുണ്ടായി അവര് സന്തോഷിക്കുകയും സ്നേഹിക്കുകയും ഒരുമിച്ച് കുട്ടികളെ വളർത്തുകയും ഒരു ആനന്ദമുള്ള കുറെ ഫാമിലികൾ ഉണ്ടാകുമ്പോൾ വരുന്നൊരു തലമുറ തീർച്ചയായിട്ടും അതുപോലെ ഒരു ഫാമിലിക്ക് വേണ്ടി കൊതിക്കും. അവർ തീർച്ചയായിട്ടും അങ്ങനത്തെ സാധനം ഹോപ്പ് ചെയ്യും. ഇന്ന് കാണുന്ന കുടുംബങ്ങൾ പലപ്പോഴും ഈ പറയുന്ന ഡൊമസ്റ്റിക് വയലൻസും ഒരുപാട് സ്ട്രെസ്സും പ്രശ്നങ്ങളും ഒക്കെ ഉള്ളതാണ്. പണ്ട് ആരോ തമാശക്ക് ചോദിച്ചിട്ടുണ്ട് ഡിവേഴ്സിന്റെ പ്രധാന കാരണം എന്താണ്. അപ്പൊ വേറെ ആരോ പറഞ്ഞു ഡിവേഴ്സിന്റെ പ്രധാന കാരണം വിവാഹം തന്നെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം വിവാഹം നടന്നാൽ ഡിവേഴ്സ് ആവാനുള്ള സാധ്യത തുല്യ സാധ്യതയാണ്. ഇത് എപ്പം വേണമെങ്കിലും ഡിവേഴ്സ് ആവാം എന്നുള്ള സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ടെന്നാ. അവിടെ ഈ പറയുന്ന കണ്ടീഷൻസ് ഒരുപാട്. എന്നോട് ചോദിക്കാതെ ചെയ്യരുത്, വരുമാനത്തിന്റെ കാര്യത്തില്, എല്ലാ കാര്യത്തിലും ഞാൻ പറയുന്ന അനുസരിക്കണം. നമ്മളെ ശരിയിലേക്ക് മറ്റുള്ളവരെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ വിട്ടുകൊടുത്തേ പറ്റൂ. അത് ഒരു നല്ല ഫാമിലി അല്ല. ഇത്തരത്തിലുള്ള ഫാമിലികൾ തകരും. എന്നാൽ ഏറ്റവും നല്ല ഒരു ഫാമിലി ഉണ്ട്, ഒരുമിച്ച് ജീവിക്കുമ്പോൾ സന്തോഷം ഉണ്ടാകുന്ന ഫാമിലികൾ, അത് തീർച്ചയായിട്ടും ക്രിയേറ്റ് ചെയ്യപ്പെടും. പലപ്പോഴും ആ കുടുംബത്തിലേക്ക് ഓടിയെത്താൻ വേണ്ടി കൊതിക്കുന്ന, എല്ലാവരോട് ചേരാൻ കൊതിക്കുന്ന ഒരു ഫാമിലി അത് ഉണ്ടായി വരും. അതായത് ഒന്ന് അഴിഞ്ഞ് പൊളിഞ്ഞ് വീണിട്ടൊരു റീഅലൈൻമെന്റിന്റെ സാധ്യത തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു കാലഘട്ടമാണ് ഇനി വരാൻ പോകുന്നതെന്നാണ് എൻ്റെ ഒരു ചിന്തയെന്ന് എനിക്ക് തോന്നുന്നത്.